ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പാത പദ്ധതിയിൽ തീരുമാനം ഉടനുണ്ടാവില്ല. വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ വിശദമായി പഠിച്ച ശേഷമേ തീരുമാനമെടുക്കൂ എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇ ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണ്. നിലവിലുള്ള രൂപത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്നും മുൻപ് കെ റെയിൽ പദ്ധതിയുടെ കാര്യത്തിലുണ്ടായ അബദ്ധങ്ങൾ ആവർത്തിക്കരുതെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പാസഞ്ചർ ട്രെയിൻ എന്ന നിലയിൽ മാത്രമല്ല, ചരക്ക് നീക്കത്തിന് കൂടി ഉതകുന്ന രീതിയിൽ പദ്ധതിയുടെ ഘടന മാറ്റണം. വിശദമായ പാരിസ്ഥിതിക ആഘാതം പഠനം നടത്തിയ ശേഷമേ മുന്നോട്ടു പോകൂവെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അതിൽ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി കാരണവും കൃത്യമായ സ്കോപ്പ്, സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനും യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താത്തതിനാലും ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. പിന്നെ സംസ്ഥാന സർക്കാർ സ്വതന്ത്രമായി 3-4 കാര്യങ്ങളിൽ സ്വതന്ത്രമായി പഠനം നടത്തണം. ഒന്ന്, ചരക്ക് ഗതാഗത സാധ്യതകൾ. ഇതിപ്പോൾ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുറമുഖാധിഷ്ഠിത വികസനത്തെക്കുറിച്ചും വിമാനത്താവള അധിഷ്ഠിത വികസനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചിലവാക്കുന്ന പണം അത് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ളൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് ആരോപണം തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തന്നോട് ആരും പരാതിപ്പെട്ടിട്ടില്ല. 2 പേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിലുള്ളവരാണ്. പശ്ചാത്തലം പരിശോധിച്ചാണ് 2 പേരെയും നിയമിച്ചത്. അഭിഭാഷകരെന്ന നിലയിൽ അവരുടെ മത്സരക്ഷമതയും കണക്കിലെടുത്തു. KSU ലോ കോളേജ് യൂണിറ്റാണോ സർക്കാർ പ്ലീഡറെ നിയമിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അല്ല, ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചപ്പോൾ വന്ന ആരോപണം, ഒന്നൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ SFI ആയിരുന്നു, 2 മറ്റൊരാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP ആയിരുന്നു എന്നുള്ള ആരോപണം. നിങ്ങൾ പല മാധ്യമങ്ങളും അത് കൊടുത്തത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷക വിഭാഗം ഈ പരാതി പറയുന്നു എന്നാണ്. ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് അവരുടെ 2 പേരുടെയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങളവരെ പരിശോധിച്ചത്. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയും 2 പേര് ഈ 2 പേരുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു പരാതിയും വന്നിട്ടില്ല, അത് സംബന്ധിച്ചൊരു പരാതിയും വന്നിട്ടില്ല. പരാതി നിങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കണം എന്താണ് പരാതി. എൻ്റെ മുമ്പിൽ ആ പരാതി വന്നിട്ടില്ല. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ സാങ്കേതിക വാദം നിരത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നടപടിക്രമം തീരണമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. മാധ്യമങ്ങളല്ല, സർക്കാരാണ് നടപടിയെടുക്കേണ്ടതെന്നും സർക്കാർ തീരുമാനമെടുത്തിട്ട് മാധ്യമങ്ങളെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച ഈ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. DGPയുടെ മുമ്പിലല്ലേ എത്തിയിട്ടില്ല. DGPയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിന് ആഭ്യന്തരമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കണത്, മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനം എടുക്കണത്? അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്ക് പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക്, മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. വാർത്താ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ട് SIT ഉദ്യോഗസ്ഥരോട് വിളിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റുമോ? ദർ ഈസ് എ പ്രൊസീജിയർ.
ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസുകാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീളും. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് ചില കണ്ടെത്തലുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി DGP മടക്കിയിരുന്നു. DGP ഉന്നയിച്ച 5 പ്രധാന സംശയങ്ങളിൽ അന്വേഷണ സംഘം തുടരന്വേഷണം നടത്തും. ADGPക്കെതിരെ സ്വീകരിക്കുന്ന നടപടികളിൽ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ DGP ഇപ്പോൾ വിശദമായ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അടുത്ത DGPയെ നിശ്ചയിക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 20-ന് നടക്കാനിരിക്കെ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യമായതിനാൽ അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യതയില്ല. കേസ് അട്ടിമറിയിൽ അജിത് കുമാറിന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ